ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 5ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ അടിസ്ഥാന പാഠാവലിയാണ്. നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠം കാട്ടിലെ കളികൾ എന്നുള്ള പാഠമാണ് നമ്മൾ എടുക്കുന്നത്. കവിതയുടെ ആശയം നമ്മൾ ഓൾറെഡി ഒരു ക്ലാസ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ പാഠത്തിലെ ചോദ്യോത്തരങ്ങളാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആശയം അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും ആ ക്ലാസ് കാണുക. നമ്മൾ എല്ലാ സബ്ജക്റ്റിന്റെ പ്ലേലിസ്റ്റ് ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടിസ്ഥാന പാഠാവലിയിലെ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് ക്ലാസ് കാണാൻ സാധിക്കും. കാട്ടിലെ കളികൾ എന്ന പാഠത്തിന്റെ ആശയം നന്നായി മനസ്സിലാക്കിയിട്ട് ചോദ്യോത്തരങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. പാഠം 2 കാട്ടിലെ കളികൾ. ഒന്നാമത്തെ ചോദ്യം, ആരാണ് നമ്മുടെ ഈ കവിത എഴുതിയിരിക്കുന്നത്? ആരാണ്? കവി ചെറുശ്ശേരി. എല്ലാവർക്കും അറിയാലോ അല്ലെ? കവി ചെറുശ്ശേരിയാണ്. അദ്ദേഹത്തിന്റെ കൃഷ്ണഗാഥ എന്നുള്ള കൃതിയിൽ നിന്നുള്ള കുറച്ച് ഭാഗമാണ് നമ്മൾ പഠിച്ച പാഠം. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യം എന്താന്ന് നോക്കാം. ഒന്നിച്ചു ചൊല്ലാം, കേൾക്കാം, രസിക്കാം. കാട്ടിലെ കളികൾ എന്ന കവിത ചെറു ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ചൊല്ലി നോക്കൂ. സമാനമായ ഒരു കവിതാഭാഗം താഴെ കൊടുത്തിട്ടുണ്ട്. രണ്ടും ഒരേ ഈണത്തിൽ ചൊല്ലാൻ കഴിയുന്നുണ്ടോ? അതായത് നമ്മൾ കാട്ടിലെ കളികൾ എന്ന കവിത ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്രൂപ്പായി തിരിഞ്ഞിട്ട് ചൊല്ലി നോക്കാൻ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാനാണ് പറയുന്നത്. അതോടൊപ്പം ഇവിടെ കൊടുത്തിരിക്കുന്നത് കവി ONVയുടെ കവിതയിലെ ചെറിയൊരു ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടും ഒരേ ഈണത്തിൽ ചൊല്ലാൻ സാധിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. അപ്പൊ ആദ്യം ആ കവിത എന്താണെന്ന് വായിക്കാം അല്ലെ. മുറ്റത്തുലാത്തുമ്പോൾ എൻ മുന്നിലായൊരു പക്ഷിതൻ തൂവൽ പറന്നു വീണു. കാറ്റിനിലകളിൽ ആലോലമാടിയ കാണാ കിളിതൻ കിളുന്നു തൂവൽ. താണുതാണങ്ങനെ പാറി വീണു. മെല്ലെ ഞാനതെടുത്തു തലോടി നിന്നു. പൂവുപോൽ പൂവിളം പട്ടുപോലുള്ളൊരു തൂവലിൽ തന്നെ ഞാൻ നോക്കി നിന്നു. ഏതു കിളിതൻ ചിറകൊളിയിൽ നിന്നു മേതുമേ തുള്ളിങ്ങിറ്റു വീണു. ആരുടെ കവിതയാണ്? ONVയുടെ ആണ് അല്ലെ. ഇതേ ഈണത്തിലുള്ള കവിതാഭാഗങ്ങൾ ക്ലാസ് ലൈബ്രറിയിൽ നിന്നും കണ്ടെത്തി നോട്ട് ബുക്കിൽ എഴുതൂ. അപ്പൊ ഇതും നമ്മുടെ ഇപ്പൊ കാട്ടിലെ കളികൾ എന്ന കവിതയ്ക്കും ഇതേ ഈ ONVയുടെ കവിതയ്ക്കും ഒരേ ഈണത്തിൽ നമുക്ക് ചൊല്ലാൻ സാധിക്കുന്ന കവിതകളാണ്. അപ്പൊ ഇതേപോലെയുള്ള ഈണത്തിലുള്ള മറ്റു കവിതാഭാഗങ്ങൾ കണ്ടെത്തിയിട്ട് നോട്ട് ബുക്കിൽ എഴുതാനാണ് പറയുന്നത്. ചെയ്തു നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പദങ്ങൾ അന്വേഷിച്ച്. കാട്ടിലെ കളികൾ എന്ന കവിതയിൽ നിങ്ങൾക്ക് അറിയാത്ത പദങ്ങൾ ഏതെല്ലാമാണ്? ഒരുപാട് പദങ്ങളുണ്ട് അല്ലെ. അവയിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കാത്ത പദങ്ങളും ഉണ്ടാകും. അത്തരം പദങ്ങൾ കണ്ടെത്തൂ. നിഘണ്ടു ഉപയോഗിച്ച് അവയുടെ അർത്ഥം കണ്ടെത്തി എഴുതുമല്ലോ. എഴുതാം അല്ലെ. അത് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. കാനനം. നമ്മൾ പറയോ കാനനത്തിൽ പോയി എന്നൊന്നും പറയില്ല അല്ലെ. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്ക് ഏതാ? കാട് എന്ന് പറയും. കാട്. അടുത്തത് കന്നുകൾ. അപ്പൊ എന്ത് പറയും? കന്നുകാലികൾ. തനൂജൻ എന്ന് വെച്ചാൽ പുത്രൻ. ഭോജനം എന്ന് വെച്ചാൽ ഭക്ഷണം. ചാലേ എന്ന് വെച്ചാൽ നന്നായി. ബാലകന്മാർ കുട്ടികൾ. ലീലകൾ എന്താണ്? കളികൾ. കേകി മയിൽ. കോകിലം കുയിൽ. കണ്ടോ വ്യത്യാസം നോക്കൂ. കേകി പറയുന്നത് മയിലും കോകിലം എന്ന് പറയുന്നത് എന്താ? കുയിലാണ് അല്ലെ. ഛായ നിഴൽ. മാറ്റൊലി എന്ന് വെച്ചാൽ എന്താ? പ്രതിധ്വനി, അല്ലെങ്കിൽ മറ്റൊരു മീനിങ് പറയുകയാണെങ്കിൽ മുഴക്കം പറയാൻ പറ്റില്ല. മാറ്റൊലി എന്ന് പറയുന്നത്. പൈതങ്ങൾ എന്ന് വെച്ചാൽ കുട്ടികളാണ്. അപ്പൊ എന്താ ബാലകന്മാർ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ പറഞ്ഞാൽ എന്ത് കുട്ടികളാണ്? ആൺകുട്ടികളാണ് കേട്ടോ. വെറും കുട്ടികളല്ല, ബാലകന്മാർ എന്നാണ് പറയുന്നത്. എപ്പോഴും എന്താണ്? ആൺകുട്ടികളാണ്. പൈതങ്ങൾ എന്ന് പറഞ്ഞാൽ കുട്ടികൾ കേട്ടോ. ഹംസം എന്ന് വെച്ചാൽ അരയന്നം. അപ്പൊ ഇനി ഒരുപാട് വാക്കുകളുണ്ട്. അപ്പൊ ആ വാക്കുകളും അതിന്റെ അർത്ഥം കൂടെ കണ്ടെത്തിയിട്ട് എഴുതുക കേട്ടോ. അടുത്ത ചോദ്യം താരതമ്യം ചെയ്യുന്നതാണ്. കാട്ടിൽ പോയ കണ്ണനും കൂട്ടുകാരും അവിടെ ഏതെല്ലാം കളികളിലാണ് ഏർപ്പെട്ടത്? നിങ്ങൾ കളിക്കുന്ന കളികളുമായി സാമ്യ വ്യത്യാസങ്ങൾ ചർച്ച ചെയ്യൂ. താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കൂ. അപ്പൊ കാട്ടിൽ പോയ കണ്ണനും കൂട്ടുകാരും കളിക്കുന്ന അതേ കളികൾ, അങ്ങനത്തെ കളികളാണോ നമ്മൾ ഇന്നത്തെ കുട്ടികൾ കളിക്കുന്നത്? അങ്ങനത്തെ കളികളാണോ? നിങ്ങൾ കളിക്കുന്നത് അങ്ങനെയാണോ? അപ്പൊ അത് തമ്മിൽ താരതമ്യം ചെയ്തിട്ട് എഴുതാനാണ് പറയണത്. നമുക്ക് നോക്കാം. കണ്ണനും കൂട്ടുകാരും കാട്ടിൽ പോയി കുസൃതി നിറഞ്ഞ കളികളാണ് കളിക്കുന്നത്. മയിൽ കൂകുമ്പോൾ ഒപ്പം കൂവുകയും കുയിൽ പാടുമ്പോൾ അവയോടൊപ്പം പാടിയും പക്ഷികളുടെ നിഴൽ പിടിക്കാൻ ഓടുകയും അരയന്നങ്ങളുടെ പിന്നാലെ നടന്ന് അവയെ പോലെ കരയുകയും ചെയ്യുന്നു. സ്വന്തം നിഴലിനോട് സംസാരിച്ചും കുരങ്ങന്മാരുടെ വാലിൽ പിടിച്ചു വലിച്ചും അവർ കളിച്ചു രസിക്കുന്നു. ഈ കളികളിൽ നിന്ന് വ്യത്യസ്തമാണ് ഞങ്ങൾ കളിക്കുന്ന കളികൾ. ഓടിക്കളിയും കണ്ണുകുത്തി കളിക്കുകയും എല്ലാം ചെയ്യും. അതുകൂടാതെ ക്രിക്കറ്റും ഫുട്ബോളും എല്ലാമാണ് മറ്റു കളികൾ. അപ്പൊ ഇതിനോടൊപ്പം നിങ്ങൾ കളിക്കുന്ന കളികൾ എഴുതി ചേർക്കാം കേട്ടോ. അടുത്തത് കളിയഴക് വരിയഴക്. കേകികൾ കൂകുമ്പോൾ കൂകി തുടങ്ങിനാർ കോകിലം പാടുമ്പോൾ പാടുകയും. മുകളിൽ കൊടുത്ത വരികൾ വീണ്ടും വായിക്കൂ. എന്തെല്ലാം കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്? ഇത് വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന കാഴ്ചകൾ എന്തൊക്കെയാ?
കുട്ടികൾ മയിൽ കൂകുമ്പോൾ ഒപ്പം കൂവുകയും കുയിലുകൾ പാടുമ്പോൾ അവയോടൊപ്പം പാടുകയും ചെയ്യുന്നു അല്ലെ? അങ്ങനെ ഒരു കാഴ്ച നമുക്ക് മനസ്സിലേക്ക് വരിക. ഇതുപോലെയുള്ള കൂടുതൽ സന്ദർഭങ്ങൾ കവിതയിൽ നിന്നും കണ്ടെത്തുക. ഇവ നമുക്ക് ക്ലാസ്സിൽ എങ്ങനെയെല്ലാം അവതരിപ്പിക്കാം? ചിത്രരൂപത്തിൽ അവതരിപ്പിക്കാം, അഭിനയിച്ച് കാണിക്കാം, നൃത്തത്തിന്റെ രൂപത്തിൽ, ഇനി എന്തെല്ലാം? ടീച്ചറുടെ സഹായത്തോടെ നിങ്ങളുടെ അവതരണങ്ങൾ വീഡിയോ ചെയ്ത് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാം. അപ്പൊ എന്ത് ചെയ്യാം? മറ്റു സന്ദർഭങ്ങൾ ഏതൊക്കെ നോക്കാം കേട്ടോ. ഇതുപോലുള്ള കൂടുതൽ സന്ദർഭങ്ങൾ ഏതൊക്കെ നമുക്ക് കവിതയിൽ നിന്ന് കണ്ടെത്താം? അന്നങ്ങൾ പോലെ നടന്നതിന് പിന്നാലെ അന്നത്തെ പോലെ കരഞ്ഞു പിന്നെ. എന്താണ്? അടുത്തത് വാനരം പാഞ്ഞു മരങ്ങളിലേറുമ്പോൾ വാല് പിടിച്ചു വലിച്ചും പിന്നെ. അല്ലെ? അപ്പൊ ഇത്തരം സന്ദർഭങ്ങൾ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യുക. ചിത്രത്തിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ അഭിനയിച്ചിട്ടോ അല്ലെങ്കിൽ ഡാൻസിന്റെ രൂപത്തിലൊക്കെ പ്രസന്റ് ചെയ്യുക കേട്ടോ. അത് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണിത്. അടുത്ത ചോദ്യം, എൻ്റെ കളിമോഹങ്ങൾ. നിങ്ങൾ ആഗ്രഹിച്ചിട്ടും കളിക്കാൻ കഴിയാത്ത കളികളുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാവില്ലേ? ഏതെല്ലാം, എന്തുകൊണ്ടാവും അതിന് കഴിയാത്തത്? നിങ്ങളുടെ കണ്ടെത്തലുകൾ ഓരോരുത്തരായി ക്ലാസ്സിൽ പറഞ്ഞവതരിപ്പിക്കൂ. എൻ്റെ കളിമോഹങ്ങൾ എന്നൊരു കുറിപ്പായിട്ട് എഴുതൂ. പറഞ്ഞവതരിപ്പിക്കുക, ശേഷം എന്ത് ചെയ്യുക? എൻ്റെ കളിമോഹങ്ങൾ എന്നൊരു കുറിപ്പ് എഴുതാനും കൂടെ അവിടെ പറയുന്നുണ്ട്. അതായത് നമ്മൾ ആഗ്രഹിച്ചിട്ടും കളിക്കാൻ പറ്റാതെ പോയ കളികളെ കുറിച്ചാണ് കേട്ടോ ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മളൊരു ഉദാഹരണമാണ് എഴുതിയിരിക്കുന്നത്. ഫുട്ബോൾ ആണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇത് ഒരു ഉദാഹരണമാണിത്. ഇതുപോലെ നിങ്ങൾക്ക് ആഗ്രഹിച്ചിട്ടും കളിക്കാൻ പറ്റാതെ പോയ ഏതെങ്കിലും കളി ഉണ്ടെങ്കിൽ അതേക്കുറിച്ചിട്ട് എഴുതുവാനാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതിയിരിക്കുന്നത് വായിക്കാം. ഫുട്ബോൾ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കളിയാണ്. എന്നാൽ എനിക്ക് ഇതുവരെ ഫുട്ബോൾ കളിക്കാൻ കഴിഞ്ഞിട്ടില്ല. ടിവിയിൽ ഫുട്ബോൾ കളി കാണാൻ വേണ്ടി ഞാൻ എൻ്റെ പാഠഭാഗങ്ങളെല്ലാം വേഗം പഠിച്ചു തീർക്കാറുണ്ട്. എനിക്കൊരു ഫുട്ബോൾ കളിക്കാരൻ ആകാനാണ് ആഗ്രഹം. എന്നാൽ അതിനുള്ള സൗകര്യവും കളിസ്ഥലവും എനിക്കില്ല. മാത്രമല്ല നല്ലൊരു കളിക്കാരനാകാൻ പരിശീലനം അത്യാവശ്യമാണ്. അതിനുള്ള സൗകര്യങ്ങൾ ഒന്നുമില്ലെങ്കിലും ഞാൻ എൻ്റെ മോഹം ഒരിക്കലും ഉപേക്ഷിക്കില്ല. എന്നെങ്കിലും എൻ്റെ ആഗ്രഹം സഫലമാകും എന്നാണ് എൻ്റെ വിശ്വാസം. അതിനുവേണ്ടി തീർച്ചയായും ഞാൻ പരിശ്രമിക്കും. അപ്പൊ ഇതുപോലെ ഇവിടെ നമ്മൾ ഫുട്ബോൾ ഒരു കളിയായിട്ട് എഴുതുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളികൾ കളിക്കാൻ പറ്റാതെ പോയ കളികളെ കുറിച്ച് നമുക്ക് ഇവിടെ എഴുതാനാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ രണ്ടാമത്തെ പാഠത്തിന്റെ ചോദ്യോത്തരങ്ങൾ. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക കമന്റ്സിലൂടെ. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു.